ഇപ്പോൾ രാഹുൽ ഗാന്ധി വണ്ടൂർ എത്തിയിട്ടുണ്ട്. വലിയൊരു ജനാവലി തന്നെ അദ്ദേഹത്തെ കേൾക്കാൻ അവിടെ എത്തിയിട്ടുണ്ട്. റഹീസ് റഷീദ് വിവരങ്ങൾ നൽകും. റഹീസ്, മണിക്കൂറുകളായുള്ള ആളുകളുടെ കാത്തിരിപ്പിന് വിരാമമായിരിക്കുന്നു. രാഹുൽ എത്തിയിരിക്കും. എത്രമാത്രം ആവേശത്തിലാണ് പ്രവർത്തകർ? പ്രവർത്തകരുടെ പങ്കാളിത്തമാണ് വണ്ടൂരിൽ കാണുന്നത്. ഏകദേശം 15 മിനിറ്റ് മുമ്പാണ് രാഹുൽ ഗാന്ധി ഹെലിപ്പാഡിൽ ഇറങ്ങിയത്. അതിനുശേഷം ഒരു 5 മിനിറ്റ് മുമ്പ് വണ്ടൂരിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ അദ്ദേഹം എത്തി. AICC ജനറൽ സെക്രട്ടറിമാരായ ഉമ്മൻചാണ്ടി, KC വേണുഗോപാൽ, KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, മുസ്ലിം ലീഗ് നേതാക്കളായ PK കുഞ്ഞാലിക്കുട്ടി, KPA മജീദ് അടക്കമുള്ള, പിന്നെ ഈ മണ്ഡലങ്ങളിലെ PK ബഷീർ, ഏറനാട് MLA, ഒപ്പം വണ്ടൂർ MLA ആയ AP അനിൽകുമാർ അടക്കമുള്ള നേതാക്കളും ഉണ്ട്. ഇപ്പോൾ സ്വാഗത പ്രസംഗം AP അനിൽകുമാർ നടത്തുകയാണ്. പല ഭാഗത്തും ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റാത്തതിന്റെ പ്രശ്നങ്ങൾ പല ഭാഗത്തും പോലീസും പ്രവർത്തകരും തമ്മിൽ ചെറിയ തോതിലുള്ള ഉന്തും തള്ളും, കസേര വലിച്ചെറിയൽ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ചെറിയ തോതിലുള്ള മഴയും ഇപ്പോൾ ഇവിടെ തൂളുന്നു എന്നാണ് എടുത്തു പറയുന്നത്. പ്രത്യേകത രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം പ്രസംഗിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം എത്തിയ ഉടൻ തന്നെ പ്രവർത്തകർ അഭിവാദ്യം ചെയ്തു. നിരവധി പ്രവർത്തകർ അടുത്തേക്ക് പോകാനുള്ള ശ്രമം നടത്തുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. വളരെ പാടാണ് പോലീസ് പ്രവർത്തകരെ നിയന്ത്രിച്ചുകൊണ്ട് ഇരിക്കുന്നത്. വലിയൊരു പ്രവർത്തക പങ്കാളിത്തം. ഇപ്പോൾ അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി KPCCയുടെ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനെ വിളിക്കുകയാണ്. ഒപ്പം മറ്റ് നേതാക്കളെല്ലാം വേദിയിലുണ്ട്. ഏകദേശം 30 മിനിറ്റ് രാഹുൽ ഗാന്ധി പ്രസംഗിക്കുമെന്നാണ് നേതാക്കളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും വണ്ടൂരിലും രാഹുൽ ഗാന്ധിക്ക് ഉജ്ജ്വലമായ സ്വീകരണം തന്നെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹം വണ്ടൂർ എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം അദ്ദേഹം അവിടെ സംസാരിക്കും. പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നു. അതിനുശേഷമായിരിക്കും അദ്ദേഹം തൃത്താലയിലേക്ക് പോവുക. അവിടെയും അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്. വണ്ടൂരിലും വലിയ പ്രവർത്തകരുടെ UDF പ്രവർത്തകരുടെ പങ്കാളിത്തമാണുള്ളത്. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.